ഇന്നത്തെ യാത്ര മണ്ണാർശാലയിലേക്ക്. ക്ഷത്രിയരെ കൊന്ന പാപം തീർക്കാൻ വേണ്ടി പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത ഭൂമിയിലെ ലവണത കാരണം അത് വാസയോഗ്യമല്ലെന്നറിഞ്ഞ് വ്യസനിച്ചിരുന്ന പരശുരാമന് ശിവഭഗവാൻ പറഞ്ഞുകൊടുത്ത വഴി ഇതായിരുന്നു. ആ ഭൂമിയിൽ നാഗദൈവങ്ങളുടെ വിഷം പടരണം. അതിനായി പരശുരാമൻ കടലിന്റെ തീരത്തുള്ള ഉത്തമമായ ഒരു ഭൂമി തപസ്സു ചെയ്യാനായി കണ്ടെത്തി. തപസ്സിൽ സംപ്രീതനായ നാഗരാജാവ് നാഗങ്ങളെ കൊണ്ട് ഭൂമി വേണ്ട വിധം ശരിയാക്കി നൽകി. പരശുരാമന്റെ ആഗ്രഹപ്രകാരം നാഗരാജാവ് ആ പ്രദേശത്ത് വസിക്കാമെന്ന് സമ്മതമരുളുകയും പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ പ്രദേശം മന്ദാരങ്ങൾ അധികമുള്ള സ്ഥലമായതുകൊണ്ട് അതിനെ മന്ദാരശാല എന്നറിയപ്പെടുകയും ചെയ്തു. പിന്നീട് പരശുരാമൻ മഹേന്ദ്രഗിരിയിലേക്ക് മടങ്ങിയതിന് തലമുറകൾക്ക് ശേഷം ഈ പ്രദേശം നോക്കി നടത്തിയിരുന്ന വസുദേവൻ ശ്രീദേവി എന്ന ബ്രാഹ്മണ ദമ്പതികൾക്ക് മക്കളില്ലാതെ വിഷമിക്കുന്ന അവസരത്തിൽ നാഗരാജാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ പ്രദേശത്ത് അഗ്നി പടരുകയും അതിൽ പരിക്കേറ്റ സർപ്പങ്ങളെ വാസുദേവനും ശ്രീദേവിയും വേണ്ടവിധം പരിചരിക്കുകയും ചെയ്തു. അതിൽ സന്തോഷവാനായ നാഗരാജാവ് അവർക്ക് മുന്നിൽ പ്രത്യക്ഷനാകുകയും അവരുടെ പുത്രനായി താൻ തന്നെ ജനിക്കുന്നതാണെന്നും സൂര്യചന്ദ്രന്മാരുള്ള കാലത്തോളം അവിടെ വിരാജിക്കുന്നതാണെന്നും അറിയിച്ചു. അഗ്നിയുടെ ചൂടുപിടിച്ച മണ്ണ് ആറിയ പ്രദേശം മണ്ണാർശാലയായി. നാഗരാജാവിന്റെ അനുഗ്രഹത്തിൽ ആ ദമ്പതികൾക്ക് സന്താനങ്ങൾ ജനിച്ചു. അതിലൊന്ന് 5 തലയുള്ള ഒരു സർപ്പവും മറ്റൊന്നൊരു മനുഷ്യ ശിശുവുമായിരുന്നു. ഈ സർപ്പം കാലക്രമേണ തന്റെ അവതാരമുദ്ദേശം പൂർത്തിയായ സമയത്ത് അമ്മയോട് പറഞ്ഞതിനു ശേഷം ഇല്ലത്തെ നിലവറയിൽ സമാധിയിരിക്കുകയും ചെയ്തു. മുത്തശ്ശൻ എന്ന് സർവ്വ ആദരത്തോടെ വിളിക്കുന്ന ആ സർപ്പം തന്റെ ആശ്രിതർക്ക് അഭയമരുളി ഇപ്പോഴും ആ നിലവറയിൽ വസിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു.